ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പം നമ്മുടെ ഈദ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ പിറ്റത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവുമല്ലോ, 29ാമത്തെ നോമ്പിൻ്റെ. അപ്പോൾ ഇന്നലെ എന്താ പറയുക, രാത്രി വന്നിട്ട് എടുക്കുന്ന പണിയാണിത്. തക്ബീറൊക്കെ കേട്ട് നമ്മൾ കാഞ്ഞങ്ങാട് നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ടൗണിൽ തന്നെ. പിന്നെ നമ്മൾ പുരയിലേക്ക് വന്നിട്ട് വാട്ടുവത്തൽ അല്ല കേട്ടോ, അത് വാട്ടുവത്തലാണ് ശരിക്കും. പക്ഷേ നമ്മളതിനെ കുഴലിപ്പം പോലെ ആക്കിയിട്ട് എടുത്താണ്. കുറച്ച് പഞ്ചസാരൊക്കെ അധികം ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ആദ്യം എടുത്തതെന്ന് വെച്ചാൽ രണ്ട് പാട്ട് രണ്ട് പാട്ട് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ കണ്ണ പട്ട, പിന്നെ അരമുറി തേങ്ങ ചതച്ചത്, അത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് വലിയ പണിയില്ല, ഇത് പുതുക്കുന്നതാണ് പണിയിട്ടത്. അരച്ചിട്ട് ബാക്കിയൊന്നും വലിയ പണിയില്ലതല്ല. പിന്നെ ഇതിലേക്ക് മുട്ട അടക്കുന്നുണ്ട്. മുട്ട മസ്റ്റാണ് കേട്ടോ, ഒന്നേ ഇടുന്നല്ലോ. പിന്നെന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് മുട്ടയും അതുപോലെ തന്നെ തേങ്ങ ഒക്കെ ഇടേണ്ടത്. അപ്പോൾ ഈ ഒരളവിന് ഞാനിപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് തേങ്ങ അടക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ടയൊക്കെ നല്ല മിക്സായിട്ട് അരിയിലേക്ക് പിടിച്ചിട്ട് എടുക്കണം. ഇതൊക്കെ ചെയ്യുന്ന ഗൈസ് രാത്രി പാതിരാത്രി ഇരുന്നാണല്ലേ. നമ്മനെപ്പം ഉറങ്ങലൊന്നും ഉണ്ടായില്ല ഗൈസ്. നാളെ പെരുന്നാൾ മൈലാഞ്ചി വെച്ചിട്ടില്ല ഗൈസ്, കണ്ടില്ല കയ്യൊക്കെ മൈലാഞ്ചൊക്കെ മേടിച്ചിന് കേട്ടാ. പിന്നെ അതിലേക്ക് തന്നെ 4 സ്പൂൺ പഞ്ചസാരയും ഒരു ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷമാണ് പഞ്ചസാര ഇടുന്ന ഓർമ്മ വന്നത്. അങ്ങനെ ഇടയിൽ 4 സ്പൂൺ പഞ്ചസാര ഇപ്പാന്ന് ഇട്ടതിട്ടാ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിന്. പിന്നെ ഫുള്ളും മിക്സായിട്ടാണ് കിടക്കുന്ന വീഡിയോ, അതുകൊണ്ട് നിങ്ങൾക്ക് തിരിയണമെന്നില്ല കേട്ടോ മറ്റേ കൊയലപ്പത്തിൻ്റെ. അപ്പോൾ പിന്നെ ഇതെന്ന് വെച്ചാൽ നെയ്പ്പത്തലിന് വേണ്ടിയിട്ട് ഇറക്കാൻ പൂങ്ങലരി പച്ചരി മിക്സ് ആക്കിയിട്ട് തരുന്നത് പുതിർത്താൻ വെച്ചിട്ടുണ്ടായിന്. അത് നല്ലപോലെ പുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ കൊയലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അരച്ച അരിയിലേക്ക് ഇട്ടിട്ട് നമ്മളിനി നല്ലപോലെ പുതുക്കിയെടുക്കുകയാണ് പണി എന്ന് പറയുന്നത്. അതിലേക്ക് ആവശ്യമായിട്ട് നെയ്യ് വെച്ചിട്ട് അതിലേക്ക് എന്തായിരുന്നത് വെള്ളമിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് വെച്ചിട്ട് നല്ലപോലെ നമ്മൾ പത്തലിനൊക്കെ മാവുണ്ടായില്ലേ അതുപോലെ ആക്കിയെടുക്കണം. അതിൻ്റെ ഇടയിൽ നെയ്പ്പത്തിരിക്കുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം എന്തായിരുന്നത് അതിൻ്റെ മറ്റതും സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുഴലപ്പത്തിൻ്റെയും ഇനി എന്താക്കാന്ന് വെച്ചാൽ ഇത് ഓരോരോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ബോൾസ് ആക്കിയിട്ട് നമ്മൾ പ്രസ്സിൽ പരത്തിയിട്ട് നമ്മളതിനെ എന്താ പറയുന്നത് ഒരു കുഴലപ്പത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം, റോൾ ചെയ്തിട്ട്.
അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ പെട്ടെന്നാണല്ലോ ചെയ്യുന്നത്. ഈ രാത്രി തന്നെയാണ് കുറേ ലേറ്റായിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ബീഫ് കറി വെക്കാണ്, ബീഫ് വേവിപ്പിക്കാൻ വെച്ച് പിന്നെ വീഡിയോ നിർത്തിയിട്ടില്ല. അങ്ങനെ പിന്നെ വെച്ചാൽ ബീഫ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നെയ്പ്പത്തിലൊക്കെ ചൂടാണ്. രാത്രിയാണ് ചെയ്യുന്നത്. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചുട്ടിട്ട് തിന്നാന്ന് വിചാരിച്ചാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ അതിന് വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ട് കുഴലപ്പത്തിൻ്റെ തരുന്നത് ഇതേപോലെ തന്നെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബോൾസ് ആക്കിയിട്ടാണ് ഇത് എടുക്കേണ്ടത്. ചെറിയ ബോളാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തുനിന്ന് തരുന്നത് നല്ലപോലെ പ്രസ്സിൽ പരത്തിയിട്ട് ഇങ്ങനെ തരുന്നത് 3 മടുക്കാക്കിയിട്ട് എടുക്കണം. അതാണ് ഈ പണി എന്ന് പറയുന്നത്. ഇത് എന്നിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണം. അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ എന്താ ക്രിസ്പി ആകുന്ന വരെ നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചടപടയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിതൊക്കെ ചുട്ടെടുത്തിട്ട് നമ്മൾ കുറേ ലേറ്റാണ് കേട്ടോ ഉറങ്ങാൻ. അങ്ങനെ ഇതൊക്കെ സെറ്റായിട്ടാണ് നമ്മൾ പിന്നെ കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെയാണ് ഇതെടുക്കുന്നത് വീഡിയോ. രാവിലെ എടുക്കുന്ന വെച്ചാൽ രാവിലെ കുറേ വെയിറ്റിനിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ബീഫ് കറിയുമാണ് ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ നനച്ചൊക്കെ സെറ്റായി. ഇത് മീറ്റ് പോയിട്ട് ആരോഗ്യം കുറച്ച് ടാസ്കിലാണ്. അത് സെറ്റാക്കാം. അങ്ങനെ ഗൈസോള് മീത്ത പോയിട്ട് ആറുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുടക്കുക എന്നാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് മീത്തലേക്കൊന്ന് ആറിയിടാണ്. അങ്ങനെ ഇത് മീറ്റിലേക്ക് കൊണ്ടിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ തുണി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തിട്ട് വേണം ഇത് ആറിയിടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു പൂച്ചയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ എന്താ പറയുക ഫോട്ടോ എല്ലാം. അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ റെഡിയായി, പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി ഒരുങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ പറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇടുന്നതാണ് ഇങ്ങനെ മുണ്ടാണ് ഉണ്ട്. എന്നിട്ട് ആടാണ്. മെഹന്തി കാണിച്ചു കേട്ടോ. എൻ്റെ രാത്രി പൊടി ഉണ്ടാ ഇനിയില്ല. അപ്പോൾ രാത്രി പിന്നെന്ന് വെച്ചാൽ രാത്രി 5 മണിക്കാകുമ്പോൾ നമ്മൾ തരുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അല്ല സോറി, മൈലാഞ്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാളല്ല, അല്ലാതെ പെരുന്നാൾക്ക് ഇങ്ങനെയൊന്നാണ്. പിന്നെ ഈ പെരുന്നാൾക്ക് നമ്മൾ തറവാട്ടിൽ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാണ് അങ്ങനെ കാണാത്ത സംഭവം. പിന്നെ ഇങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ ഒരു ഈദ് അങ്ങനെ പറയാൻ പറ്റും കേട്ടോ. വലിയ വാങ്ങുന്നുണ്ടായിട്ടില്ല. പിന്നെ വന്നിട്ട് ഫുഡ് കഴിച്ച് പിന്നെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ വ്ളോഗ് എടുക്കാനൊന്നും ഇല്ല, ആവശ്യമില്ലല്ലോ. നമ്മൾ അങ്ങോട്ടൊന്നും ഉമ്മാൻ്റെ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിട്ടില്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.